ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു പ്രസംഗവുമായിട്ടാണ്. തിരുനബി വഫാത്ത്. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയുന്നതിന് വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയും നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ആ സംഭവ ബഹുലമായ ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ പ്രവാചക പരമ്പര അവസാനിച്ചു. ഹിജ്റ 11 സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി. ആ രോഗം 13 ദിവസം നീണ്ടുനിന്നു. രോഗം കഠിനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പകരക്കാരനായി നിയമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു ജമാഅത്ത് നിസ്കാരം സ്വഹാബികൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സ്വഹാബാക്കളുടെ സങ്കടം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും ചുമലിൽ കൈവച്ച് പള്ളിയിലേക്ക് വന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, ഞാൻ ആതിഥേയനായി മുമ്പേ പോകുന്നു. നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നതാണ്. നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം എന്റെ ഹൗലാണ്. നാളെ എന്നെ സമീപിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ കൈയും നാവും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞുകൊള്ളട്ടെ എന്ന മുന്നറിയിപ്പ് നൽകി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും യാത്രയായി. അവിടുത്തെ വഫാത്ത് സ്വഹാബികൾക്ക് വിശ്വസിക്കാനായില്ല. മദീനയാകെ ശോകമൂപകമായി. അവിടുത്തെ വഫാത്ത് അറിഞ്ഞ വിശ്വാസികൾ ഏറെ ദുഃഖത്തിലായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിഭ്രമം സംഭവിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിശബ്ദനായി. അലി റളിയല്ലാഹു അൻഹു നിശ്ചലനായി. അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു മരിച്ചു വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും ശാന്തരാക്കി. അങ്ങനെ രംഗം ശാന്തമായി. സ്വഹാബാക്കൾ യോഗം ചേർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. സ്വഹാബാക്കൾ ഓരോരുത്തരായി നിസ്കരിച്ചു. ബുധനാഴ്ചയായിരുന്നു അവിടുത്തെ ഖബറടക്കം. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അതേ സ്ഥലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി. ഭൂമിയിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ സ്ഥലത്തിന് അൽ ഹുജ്റത്തു ഷരീഫ എന്ന് പറയുന്നു. ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സന്ദർശിക്കാൻ കൂടി കരുതിയാണ് പോകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഖബറടക്കം സന്ദർശിച്ചു, എന്നാൽ അവന് സ്വർഗം നിർബന്ധമാണ്. ഒരാൾ ഹജ്ജ് ചെയ്ത് എന്നെ സന്ദർശിച്ചില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്. പ്രിയ കൂട്ടുകാരെ, ഹബീബിനെ സന്ദർശിക്കാൻ റബ്ബ് നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ പ്രഭാഷണം ചുരുക്കട്ടെ. അല്ലാഹു നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.